ദേണ്ടേ നോക്കടി. ഇതിപ്പോ ബോൺ ജസ്റ്റ് ഫോർ യു. ഇതിപ്പോ ആർക്ക് വേണ്ടിട്ടാ? ഇവൻ ഈ ഡയലോഗും വെച്ച് ഈ ഫീൽഡിൽ എത്ര നാള് പിടിച്ചു നിൽക്കും? നമ്മുടെ ചുറ്റും വണ്ടികളുള്ളടത്തോളം കാലം ഈ ഡയലോഗൊക്കെ തന്നെ ധാരാളം. 10ാം ക്ലാസ് മുതൽ ഇവൻ ഇതും പറഞ്ഞ് നടക്കുക. ഇതിപ്പോ 8-10 കൊല്ലമായി. എന്നിട്ടും ആൾക്കാർ വിശ്വസിക്കും. അവന്റെ ഇംഗ്ലീഷിലുള്ള തേനും പാലും കേൾക്കുമ്പോ തന്നെ വിവരദോഷികൾ വീഴും. നമ്മളെ പോലെ ചിന്തിക്കാനുള്ള കഴിവൊന്നും ഇവന്മാർക്ക് ഇല്ല എന്റെ ചേച്ചി. ഈ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവര് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണല്ലോ ഒരു വിചാരം. നമ്മക്കല്ലേ അറിയൂ. ഏത് പിന്നല്ല, അവൻ കോൾ സെന്ററിൽ പോയി പഠിച്ച ഇംഗ്ലീഷ് അല്ലേ? അതെ. Excuse me, can I know the way to the park, to the route to the park? എന്തോ നീ പറയുന്നേ? പാർക്കെന്ന് മാത്രം മനസ്സിലായി. പാർക്കിലോട്ടുള്ള വഴിയായിരിക്കും. The park. ഓ, പാർക്ക്. ഞാൻ പറഞ്ഞുതരാം. ഗോ ലെഫ്റ്റ് then straight park. ഇടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുറച്ച് തെറ്റുണ്ടെന്നാലും സാരില്ല. ഓ, നീ പിന്നെ ശശി തരൂരിന്റെ കൊച്ചുമോളല്ലേ? അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. Hello. ഗോ മാൻ. Thanks. ചെക്കൻ എന്നാ സ്മാർട്ടാതെ. നല്ല ബുദ്ധിയുണ്ട്. ദേണ്ടടി. You are born just for me. എനിക്കറിയായിരുന്നു അവൻ എന്നോടാ ഇഷ്ടം. എപ്പാ? 10ാം ക്ലാസ് മുതൽ. വെറും 5 മിനിറ്റ് മതിയില് പഠിച്ചവനെ മനുഷ്യനെ മാറാൻ. I park going. Excuse me, no way path. Please go. ആയിഷോ ആയിഷോ ആയിഷോ. എന്നാലും അല്ല, നീ ആ ഇംഗ്ലീഷുകാരന്റെ കൂടെ പോയിട്ട് എന്തായി? അവൻ താങ്ക്സും പറഞ്ഞു പോയി. പാവം. ഓ, ചേച്ചിയുടെ ഇംഗ്ലീഷുകാരൻ്റെ കാര്യം എന്തായി? ഓ, ആ വായനോക്കടെ ഇൻസ്റ്റ മൊത്തം ഇത് മാത്രമേ ഉള്ളൂ. ഒരു 100-150 ഉണ്ടാവും. നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെയോ ഒരു 18 മുതൽ 80 വയസ്സുള്ളവരുടെ എല്ലാവരും ലിസ്റ്റിലുണ്ട്. പഠിച്ചോനെ. ആ, വയസ്സൊക്കെ ഒരു തെറ്റിദ്ധാരണല്ലേ? അവനൊന്നും വെറുതെ വിടരുത് ചേച്ചി. പിന്നെ നമുക്കേ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാൻ ഇവന്മാരൊക്കെ നമ്മുടെ പുറകെ വാലും ചുരുട്ടി വരും. അത്രയ്ക്ക് വേണോ? അതൊക്കെ വേണം ചേച്ചി, ഞാൻ പറഞ്ഞുതരാം. വാ ഇരിക്ക്. എന്താ? കോഴി. മൂത്തൊന്ന് സത്യം പറയുന്നു. അതല്ല ചേച്ചി, ഒരു കോഴിമുട്ടക്ക് എത്ര രൂപ? കോഴിമുട്ടയോ? കോഴിമുട്ടക്കൊരു 7. അങ്ങനെ എനിക്കൊരു ഒട്ടക പക്ഷിയുടെ മുട്ടക്ക് എത്ര രൂപയായിരിക്കും? ആ, ഒട്ടക പക്ഷിയുടെ മുട്ട. ഒട്ടക പക്ഷിയോ? ആ, ഒട്ടക പക്ഷിയുടെ മുട്ട. ആ, ഇത് ആണെങ്കിൽ ഒരു 14 രൂപ അതിന്റെ കൂടെ പോലും കിട്ടും. അല്ല, നീ ഇത് ഏത് മെനുവിലോട്ടാ പോകുന്നേ? ചേച്ചി, ഒരു ഒട്ടക പക്ഷിയുടെ ഒരു മുട്ടക്ക് എന്തായാലും ഒരു 1000-1500 രൂപ നമുക്ക് കിട്ടും. അപ്പൊ അത് സൗദിയിലോട്ട് എക്സ്പോർട്ട് ചെയ്താലുള്ള ലാഭം ഒന്ന് ആലോചിച്ച് നോക്കി. കൊള്ളാലോ. അപ്പൊ മുട്ട എവിടെ നിട്ടോ? അതിടും. അതിനെവിടെ നിട്ടോ? അതെന്റെ മാമ കൊണ്ടുവരും. ചേച്ചി, ഒരു മാസം ഒട്ടകപക്ഷി ഒരു 60 മുട്ട ഇടാണെങ്കിൽ തന്നെ നമുക്ക് എന്തോരം ലാഭം കിട്ടും ചിന്തിച്ചു നോക്കി. പക്ഷേ ഒരു കോഴി ഒരു ദിവസം ഒരു മുട്ട വെച്ച് പറയുമ്പോ ഒരു മാസം 30 മുട്ടലേ കിട്ടത്തുള്ളൂ. അത് കോഴി, ഇത് ഒട്ടകപക്ഷി. അത് 2 ഒരു ദിവസം. ചേച്ചി, ഒരു മുട്ടക്ക് 1000-1500 രൂപ ലാഭം കിട്ടുമെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് എന്തായാലും ഒരു 1.5 ലക്ഷം രൂപ ലാഭം മാത്രം കിട്ടും. കൂടി സത്യമാണ് ചേച്ചി. പക്ഷെ ഉണ്ടല്ല, ഇൻവെസ്റ്റ് ചെയ്യണം. ചേച്ചിയുടെ കയ്യിലുണ്ടാ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ? ഇതിലൊരു പിച്ചച്ചട്ടിയാണെന്ന് കരുതി. അതൊന്നല്ല, വിൽക്കാൻ എന്തെങ്കിലും. ആ, MG റോഡിൽ 10 ഏക്കർ സ്ഥലമുണ്ട്. അത് എന്റെ കയ്യിലൊരു കൂറയില്ല. എന്തേലും എടുത്ത് വിൽക്കുന്നേ? ആ, മമ്മയുടെ വള രക്തസാക്ഷിയാക്കേണ്ടി വരും. അത് മതി. നമുക്ക് ഇപ്പൊ ഒരു വള വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര വള വേണമെങ്കിലും വാങ്ങിച്ചെടുക്കാം. ഇപ്പൊ ഒരു 100 വള 10 വള എന്തെങ്കിലും വള മതി. അത് പിന്നത്തെ കാര്യമല്ല. ഇപ്പൊ അത് സെറ്റ് ആലോചിക്കാവുന്നതാണ്. ചെയ്താല സെറ്റല്ലേ? അപ്പൊ നമ്മള് കോഴി, അയ്യോ സോറി, എന്താ നമ്മള് ഒട്ടക പക്ഷിക്കാരാവും. എന്താടി എന്ത് പറ്റി? നീയാ? ഓ, എന്നാ പറയാനാടി. 1.5 ലക്ഷം രൂപയല്ലേ പൊട്ടക്കിണറ്റി പോയത്. ഏത് പൊട്ടക്കിണറ്റി? നമുക്ക് വിവരദോഷി
അതിനെ പറ്റിയല്ല പറഞ്ഞേ. അതെ, നീ ആരോടും പറയണ്ട. ഞാനൊരു ഒട്ടകപ്പക്ഷിയുടെ ബിസിനസ് തുടങ്ങിയായിരുന്നു. അത് പൊട്ടി പാളീസായി പോയി. അച്ചൂടാ നല്ല ബിസിനസ്സിന് എന്താ പറ്റിയേ? അറിയില്ല, മുട്ട പൊട്ടിന്നൊക്കെ അവള് പറയുന്നേ. എന്തോ എന്തോ. അല്ലേലും ഈ മുട്ട ബിസിനസ്സിലൊന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ പറ്റിപ്പോയതാ. മുട്ട പൊട്ടൂലേ, അത് ഞാൻ ചിന്തിച്ചില്ലാന്നേ. ആ ആന്നേ, നിന്റെ ബുദ്ധി അന്ന് എനിക്ക് തോന്നിയില്ല. അതാ നീര്. എനിക്ക് വേറൊരു നല്ല ബിസിനസ് ഐഡിയ ഉണ്ട്. 100% ലാഭം. അതെന്താ? രാജസ്ഥാനിൽ നിന്ന് സ്വർണം. 1 ലക്ഷം ഇട്ടാ 5 ലക്ഷം കിട്ടും. എത്ര പേരാന്നറിയോ ഇത് ചെയ്യുന്നത്? 1 ലക്ഷം ഇട്ടാ മതിയോ? 5 ലക്ഷം കിട്ടും. എടി, പിന്നെ എന്റെ എക്സ് ഇല്ലേ, പുള്ളി ഈ ബിസിനസ്സാ പണ്ട് ചെയ്തിരുന്നേ. ആണോ? എന്നിട്ട് പുള്ളി ഇപ്പൊ കടം കയറി നാട് വിട്ടെന്നാ മമ്മി പറയുന്നത്. ബെസ്റ്റ്. നീ എന്തിനാ പഠിക്കുന്നത്? BCA, BCA എന്ന് വെച്ചാ എന്താ? ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അത് എയ്ഡ്സ്. ബാച്ചിലർ കമ്പ്യൂട്ടർ എയ്ഡ്സ് എയ്ഡ്സ് കുഷ്ടം. അസിസ്റ്റൻസ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അസിസ്റ്റൻസ്. എന്റെ കർത്താവേ. എന്നിട്ട് നീ എന്തൊക്കെ പഠിച്ച്? വെള്ള പേപ്പർ ഇല്ലേ, തയ്ക്കാനൊക്കെ അറിയാടി. നിനക്ക് ആ രാജസ്ഥാനിലെ ബിസിനസ് തന്നെ നല്ലത്. ആണല്ലേ, ഞാൻ പപ്പയോട് നാളെ തന്നെ പറയാം. നിന്റെ ബിസിനസ് ഐഡിയ കേട്ടിട്ട് എനിക്ക് വിശക്കണം. ഞാൻ പോയി പഴംപൊരി വാങ്ങിച്ചിട്ട് വരാം. അവിടെ പഴംപൊരി ഉണ്ടാവും. നിനക്ക് വേണോ? വേണ്ട, എനിക്ക് വയറ് ഫുള്ള. ഇനിയിപ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് വേണമെന്ന് അങ്ങനെ പറയാൻ നിൽക്കരുത്. എനിക്ക് വേണ്ട. മാറിക്കാം. ഹലോ ഹലോ മമ്മി. ഇതിന്റെ പഴംപൊരി എവിടെ പോയി? സോറി, വിശന്നപ്പോ ഒരാളാണ്. എനിക്കിപ്പൊ പഴംപൊരി വേണം. എന്റെ പൈസ ഇല്ല. എനിക്കിപ്പൊ പഴംപൊരി വേണം. എനിക്ക് വിശക്കണോ. എനിക്കിപ്പം പഴംപൊരി വേണം. കൊണ്ടുവരാം. എനിക്ക് വിശക്കണു. ഒരെണ്ണം പോലും അവള് ബാക്കി വെച്ചില്ല. ചേട്ടാ ചേട്ടാ ചേട്ടനോ? അല്ല നീയാ, ഈ പഴംപൊരി എനിക്ക് തരുമോ? ആ സാധനത്തിന് കൊടുക്കാനാ. അടിക്കോ? ഇത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ കടിക്കും. എന്നാ കിട്ടിയാ? ഒരെണ്ണം ഒപ്പിച്ചു. അല്ല, ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതെന്താടി ഇത്? ഒടിഞ്ഞു പോയതായിരിക്കും. പഴംപൊരി അല്ലേ? പഴംപൊരി ഇങ്ങനെ ഒടിയണം. എന്നാലും ഞാൻ കടിച്ച നല്ല ടേസ്റ്റ് ഇല്ലേ?